ഹലോ ഗായ്സ്, അപ്പോൾ ഞാൻ ഇന്ന് നിങ്ങളോട് കുറച്ച് സ്കിൻ കെയർ ആൻഡ് ഹെയർ കെയർ which I have bought recently, and let me show you. So this is my bag. This is my skincare and hair care bag, and ഇതിൽ കുറച്ച് സാധനങ്ങളൊക്കെ ഞാൻ പുതുതായിട്ട് മേടിച്ചതുണ്ട്. അപ്പോൾ റീസെൻ്റ്ലി അല്ല, ഞാനിപ്പം യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഷാമ്പൂ എന്ന് പറയുന്നത് ലോറിയലിൻ്റെ ഡ്രീം ലെങ്ത് എന്ന് പറഞ്ഞ ഷാമ്പൂണ്. ഇനി ഇത് തീർന്നിട്ടാണ് ഇപ്പം മേടിച്ചിട്ടുള്ള ആ ഷാമ്പൂ ഇടാൻ വേണ്ടിയിട്ട്. ആൻഡ് ദിസ് ഇസ് മൈ കണ്ടീഷണർ, പാൻറ്റീൻ ഹെയർ ഫാൾ കൺട്രോൾ സ്ട്രെങ്തൻസ് ഫ്രം റൂട്ട് ടു ടിപ്പ് ഫോർ റിഡ്യൂസ്ഡ് ഹെയർ ഫാൾ. ഇതാണ് ഇതിൻ്റെ ഗുണം. ഓക്കെ, ഹെയർ ഓയിൽ. ദിസ് ഇസ് മൈ ഹെയർ ഓയിൽ, പാരഷൂട്ട് അഡ്വാൻസ്ഡ് റോസ്മേരി എൻറിച്ച്ഡ് കോക്കനട്ട് ഹെയർ ഓയിൽ. കുഴപ്പമില്ല, അത്യാവശ്യം മുടിയുണ്ട്. ഞാൻ ഇത് വാങ്ങിച്ചിട്ട് ഞാൻ ഉപയോഗിച്ചത് മുടി വെട്ടിയതിന് ശേഷമാണ്. മുടി വെട്ടിക്കഴിഞ്ഞാൽ പെട്ടെന്ന് വളരുമെന്ന് അറിയാനുള്ള പരീക്ഷണം നടത്തി നോക്കിയതാണ്. വളരുന്നുണ്ട്. ഇത്രയായിരുന്ന മുടി ഇപ്പോൾ ഇത്രയുണ്ട്. ആൻഡ് ഐ ആം സാറ്റിസ്ഫൈഡ് വിത്ത് ദാറ്റ് ഓയിൽ. ആൻഡ് നെക്സ്റ്റ് ഐ വിൽ ഷോ യു. ഇതാണ് ഞാൻ കുളിക്കുന്ന സോപ്പ്. ഞാനിപ്പോഴും ഈ സോപ്പാണ് യൂസ് ചെയ്യുന്നത്. അപ്പം ഇതാണ് ഞാൻ പുതുതായിട്ട് മേടിച്ച ഷാമ്പൂ, ഹ്യാലുറോൺ മോയ്സ്ചർ ലോറിയലിൻ്റെ. ഇതെനിക്ക് 179 രൂപയ്ക്ക് ലുലുൽ ഓഫർ വന്ന് ഞാൻ മേടിച്ചതാണ്. 229 ഇതിൻ്റെ ശരിക്കുമുള്ള പ്രൈസ്. അടുത്തത് ലോറിയലിൻ്റെ തന്നെ കണ്ടീഷണർ, റാപ്പിഡ് റിവൈവർ ഡീപ്പ് കണ്ടീഷണർ എന്നൊക്കെ കൊടുത്തിട്ടുണ്ട്. ഒരു വട്ടം ഉപയോഗിച്ച് നോക്കി ഞാൻ, കുഴപ്പമില്ല. ഇതിൻ്റെ പ്രത്യേകത, ഡാമേജ്ഡ് ഹെയറിനെയൊക്കെ റിപ്പയർ ചെയ്യുമെന്നാണ് പറയുന്നത്. കുഴപ്പമില്ല. നമ്മളധികം നേരം വെച്ചോണ്ടിരിക്കണ്ട, നോർമൽ കണ്ടീഷണറിനെ പോലെ കുറച്ച് നേരം വെച്ചപ്പോഴേ കഴുകി കളയാം. അതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. അടുത്തത് ഇതെന്ന് പറയുന്നത് പ്ലമ്മിൻ്റെ ഒരു ബോഡി ലോഷനാണ്. SPF 35 PA++ ഉള്ളൊരു ബോഡി ലോഷനാണ്. ഇതിൻ്റെ സ്മെല്ലെന്ന് പറയുന്നത് ഭയങ്കര ഭയങ്കര അട്രാക്ഷൻ തോന്നുന്നൊരു മണമാണ് ഇതിൻ്റെ. എന്താ പറയുക, ലില്ലി മിസ് സൺഷൈൻ എന്നൊക്കെയാണ് കൊടുത്തേക്കുന്ന ഒരു ഫ്ലോറൽ പ്ലസ് ഒരു സ്വീറ്റ് ആയിട്ടുള്ള എന്തിൻ്റെയൊക്കെ ഒരു മണമുണ്ട്. ഒരു ഫ്രൂട്ട്സിൻ്റെ ആണോ എല്ലാം കൂടെ മിക്സ് ആയിട്ടുള്ള ഒരു കിടിലൻ മണം, അടിപൊളി മണമാണ്. പിന്നെ ഫേസ് വാഷ് ലോറിയലിൻ്റെ തന്നെയാണ്, ഗ്ലൈക്കോളിക് ബ്രൈറ്റ് ഗ്ലോയിങ് ഫോം ക്ലെൻസർ. ഇത് ഭയങ്കര ഫോം കണക്ക് ഭയങ്കരമായിട്ട് പതയും, കുറച്ചെടുത്താലും. അതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. എക്സ്ഫോളിയേറ്റ്സ് ആൻഡ് റിമൂവ്സ് ഡൾനെസ് ഫോർ ഈവൻ ഗ്ലോയിങ് സ്കിൻ എന്നൊക്കെയാണ് പറയുന്നത്. അത്ര ഭയങ്കര ഈവൻ ഗോണമല്ല, എങ്കിലും കുഴപ്പമില്ല. അടുത്തെന്ന് പറയുന്നത് ഇത് ഞാനിപ്പോൾ ഓർഡർ ചെയ്തതാണ്, പ്ലമ്മിൻ്റെ ആൽഫ ആർബുട്ടിൻ ആൻഡ് ഹാലുറോണിക് ആസിഡ് ഫേസ് സിറം. ഇത് ടാൻ ഫെയ്ഡ് ചെയ്യുമെന്നും മെലാനിൻ പ്രൊഡക്ഷൻ കൺട്രോൾ ചെയ്യുന്നൊക്കെയാണ് അവർ പറഞ്ഞേക്കുന്നത്. ഇതിനി യൂസ് ചെയ്താലേ അറിയുള്ളൂ എന്താണ് അതിൻ്റെ റിസൾട്ട് എന്നൊക്കെ. എന്തായാലും ഇപ്പോഴേ യൂസ് ചെയ്യുന്നില്ല, ഇരിക്കുന്നതൊക്കെ തീരട്ടെ. അല്ല, സിറം ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ മേടിച്ചത്. എൻ്റെ ഗ്ലൈക്കോളിക്ക് എൻ്റെ ഉണ്ടായിരുന്നത് ഈ സെയിം ഫേസ് വാഷിൻ്റെ തന്നെ ഗ്ലൈക്കോളിക് ബ്രൈറ്റ് സിറം തന്നെയായിരുന്നു ലോറിയലിൻ്റെ. പക്ഷെ അത് കുറേ നാളായിട്ട് ഞാൻ ഇടുന്നില്ലായിരുന്നു. എൻ്റെ ഉണ്ടെന്നേ ഉണ്ടായിരുന്നു, ഇടുന്നില്ലായിരുന്നു. അപ്പം അങ്ങനെ ഞാൻ പഠിച്ചു കഴിഞ്ഞ് ഞാനിങ്ങനെ വീട്ടിൽ വന്ന് നിന്നപ്പോഴത്തേക്കിനും അനിയത്തി ഇതെടുത്തിട്ടു. ഇട്ടപ്പോഴത്തേക്കും പുള്ളിക്കാരിൻ്റെ മുഖം ഇവിടെ രണ്ടും ഇങ്ങനെ പൊങ്ങി വരാൻ തുടങ്ങി. ആദ്യം വിചാരിച്ച് വേറെ എന്തെങ്കിലും ആയിരിക്കുമെന്നു. പിന്നെ അത് പരീക്ഷിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഒന്നും കൂടെ ഇട്ട് നോക്കി. അപ്പോഴത്തേക്കും എനിക്ക് മുഖത്ത് കുരു വരാനായി. അപ്പം മനസ്സിലായത് സിറത്തിൻ്റെ പ്രശ്നമാണ്. എന്തുവാണെന്ന് അറിയില്ല. ഞാനത് മേടിച്ചിട്ട് 1 വർഷം പോലും ആയിട്ടില്ല. ഒരു സിറത്തിൻ്റെ എക്സ്പയറി എന്ന് പറയുമ്പോൾ ഒരു 2 വർഷമൊക്കെയാണ് ഇതിൻ്റെ യൂസ് ബിഫോർ 24 months, അതായത് 2 വർഷത്തിനുള്ളിലൊക്കെ അതിൻ്റെ എക്സ്പയറി കഴിയുള്ളൂ. അത്രേ ഉള്ളൂ അതിൻ്റെത്. പക്ഷേ അതിൻ്റെ എക്സ്പയറി മേടിച്ചിട്ടൊരു 3-4 മാസം എന്തോ ആയുള്ളൂ. 3-4 അത്രേ ആയിട്ടുള്ളൂ. 5-6 മാസം കൂട്ട്.
അത്ര നാൾ യൂസ് ചെയ്തിട്ടുള്ളൂ. ഞാനത് വല്ലപ്പോഴും കാണും എനിക്കൊന്ന് തോന്നുവാണെങ്കിൽ മാത്രമേ ഇടത്തുള്ളായിരുന്നു, സ്ഥിരം ഇടത്തുള്ളായിരുന്നു. ഇവള് വന്ന് ഇട്ടപ്പോഴത്തേക്കിനും അവളുടെ മുഖം എങ്ങനെയായി. അപ്പം ഞാൻ സ്ഥിരം യൂസ് ചെയ്യേണ്ട ഒരു പേടിയായിരുന്നു. പിന്നെ ഇത് കണ്ടപ്പോൾ അങ്ങ് ഓർഡർ ചെയ്തു. ഇനിയിപ്പോൾ ഗ്ലൈക്കോളിക് ഇടണ്ട, വേറെ എന്തെങ്കിലും ട്രൈ ചെയ്യാമെന്ന് പറഞ്ഞിട്ടതാണ്. അതിൻ്റെ കൂടെ അവൾ വീണ്ടും ആ സിറം ഓർഡർ ചെയ്തു. ന്യൂ, അതിൻ്റെ എക്സ്പയറി കഴിഞ്ഞുകൊണ്ടായിരിക്കാമെന്ന് പറഞ്ഞ് വീണ്ടും ഓർഡർ ചെയ്തിട്ടും സെയിം പ്രശ്നം തന്നെ. ലൈക്ക് വീണ്ടും കൂടാൻ തുടങ്ങി, പൊങ്ങി വരുന്നത്. ഞാനിട്ടപ്പോൾ വീണ്ടും എനിക്ക് കുരുവും വരാൻ തുടങ്ങി. അപ്പോൾ ലോറിയലിലെ സിറത്തിൻ്റെ പ്രശ്നമാവാം, അതോ ഇനി സ്കിന്നിന് സിറം പിടിക്കാത്തതാണോ എന്തോ. അങ്ങനെ ഇപ്പം ലോറിയലിലെ സിറം അങ്ങ് മാറ്റി വെച്ചു. ഇനി പ്ലം ഒന്ന് പരീക്ഷിക്കാമെന്ന് വിചാരിച്ചു. പ്ലമ്മിൻ്റെ ഇതിനു മുമ്പ് ഞാൻ റൈസ് വാട്ടർ ഒരു ബ്ലൂ കളറിലെ ഉണ്ടല്ലോ, അത് യൂസ് ചെയ്തിട്ടുണ്ട്. ഇത് കുഴപ്പമില്ല. ഇത് എൻ്റെ സൺസ്ക്രീൻ ലാക്മേയുടെ 50 PA++ ടിൻറ്റഡ് സൺസ്ക്രീനാണ്. നല്ല കവറേജൊക്കെയാണ്. ഇതുവരെ എനിക്ക് ടാൻ അടിച്ചിട്ടില്ല ഇതിട്ടിട്ട്. നല്ല സൺസ്ക്രീനാണ് ഇത്. പിന്നെ പ്ലമ്മിൻ്റെ ക്യാൻഡി മെൽസ് എന്ന് പറയുന്ന ടിൻറ്റഡ് ലിപ് ബാം. ദിസ് ലിപ് ബാം ഈസ് സോ സ്വീറ്റ്. നല്ല മധുരമാണ് ഇതിന് മുമ്പ് ഞാൻ യൂസ് ചെയ്തത് പ്ലമ്മിൻ്റെ കൊക്കോ മിൻറ്റ് എന്തോ ഫ്ലേവറിലെ ഒരു ടിന്നിലൊക്കെ ഉള്ള ചോക്ലേറ്റ് കളറിലിരിക്കും. ഇതിലും മധുരമാണ്. അത് നല്ലതാണ്. എന്താ പറയുക, ചുണ്ട് ഒരുപാട് കറക്കാതെയൊക്കെ നോക്കും. നല്ല ലിപ്പാണ്. അടുത്തെന്ന് പറയുന്നത്, ഇത് ഞാൻ പരീക്ഷിക്കാൻ വെച്ചേക്കുന്ന സാധനമാണ്. ലോറിയലിന് പുതുതായിട്ട് ഇറങ്ങിയ ഒരു സിറം. എന്തോ കഞ്ഞവെള്ളം പോലെയൊക്കെയാണ് ഇതിൻ്റെ കളറ്. ഇതാണ് ഇതിൻ്റെ ടെക്സ്ചർ. കണ്ടോ, ഒരുമാതിരി ഒരു രീതി ഇരിക്കുന്നു. ഇത് പശപ്പൊക്കെ ഉണ്ട്. നല്ല മണമുണ്ട്. പക്ഷെ മുടി തേച്ചിടുന്നൊന്നും അറിയില്ല. എടുത്തിട്ട് തേക്കാമെന്ന് ചോദിച്ചു. ഇത് ഞാൻ ഉപയോഗിക്കാം. എവിടെയെങ്കിലും പോകുന്നെങ്കിലല്ലേ ഉപയോഗിച്ചിട്ട് കാര്യമുള്ളൂ. ഒന്നും പോകണില്ലല്ലോ, വെക്കേഷനില്ലേ. അടുത്തത്, ഇത് എല്ലാവരുടെയും കയ്യിലുള്ള ഒരു സാധനമാണ്. കാരണം ഇത് ഓൺലൈനിൽ ഭയങ്കര ഓഫറാണ് എപ്പോഴും. ഞാൻ പക്ഷേ ലുലുന്നാണ് മേടിച്ചത്. ലുലു ഓഫർ ഉണ്ടായിരുന്നു, അതുകൊണ്ട് മേടിച്ചത്. വാസലിൻ്റെ ഗ്ലൂട്ട ഹെയർ ഫ്ലോലെസ് ഗ്ലോ സിറം ഇൻ ലോഷൻ. നമുക്കിത് മുഖത്തും യൂസ് ചെയ്യാം മോയ്സ്ചറൈസറായിട്ട്. ഞാൻ നോക്കിയപ്പോൾ മോയ്സ്ചറൈസർ വേറെ ഇത്രയുള്ള ടിന്നിലൊക്കെ വേറെ ബ്രാൻഡിൻ്റെയൊക്കെ മേടിക്കുകയാണെങ്കിൽ കുറച്ച് നാളെ കാണുള്ളൂ. ഇത് കുറേ നാൾ നിൽക്കും. ഇത് മുഖത്ത് മാത്രം ഇടുകയാണെങ്കിൽ കേട്ടോ. ബോഡിയിലിടുകയാണെങ്കിൽ പെട്ടെന്ന് തീരും. ഇത് ബോഡി ലോഷനാണ്. ഇപ്പം ഓൾറെഡി എനിക്ക് വാസലിൻ്റെ വേറെ ലോഷനുണ്ട്. ഇതുണ്ടായതുകൊണ്ട് ഇത് മതി മുഖത്തിടാൻ. അപ്പം ഇത് പുതുതായിട്ടിറങ്ങിയ പ്ലമ്മിൻ്റെ മൂൺ കിസ് ഡ്രാമ എന്ന് പറഞ്ഞ ഒരു ബോഡി മിസ്റ്റാണ്. ഇതിൻ്റെ മണം എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് എനിക്കറിയില്ല. എനിക്കിഷ്ടപ്പെട്ടു. അതിൻ്റെ മണം പറയാൻ ഒരു ഫ്ലോറൽ പ്ലസ് സിട്രസ്, പിന്നെ കുറച്ചൊരു മൈൽഡായിട്ടുള്ള മണമല്ല. പക്ഷെ അടിച്ച് കഴിഞ്ഞ് കുറച്ച് കഴിയുമ്പോൾ നല്ലൊരു മണമാവും. അടിക്കുമ്പോൾ പക്ഷെ നല്ല മൂക്കിലോട്ട് ഇങ്ങനെ തുളച്ച് കയറുന്നൊരു മണമാണ്. പക്ഷെ കുഴപ്പമില്ല. ഇപ്പോൾ നമ്മൾ ഒത്തിരി വിയർക്കുന്ന വ്യക്തികളൊക്കെ ആണെങ്കിൽ ഇറ്റ് ഈസ് ഗുഡ് ഫോർ യു. ഞാനിതിലും വിയർക്കാറില്ല, എന്നാലും ഒന്ന് ട്രൈ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇത് ഇനി തിരിച്ച് വെക്കണം. അപ്പോൾ ഇതൊക്കെയാണ് എൻ്റെ സ്കിൻ കെയർ. ഓക്കെ ഗായ്സ്, ബൈ. നെക്സ്റ്റ് വീഡിയോയിൽ കാണാം.